വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ട്രംപിന്റെ കടന്നുവരവ് ഒട്ടേറെ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു. അധികാരത്തിലേറി മണിക്കൂറുകൾക്കകം തന്നെ ട്രംപ് തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തിയപ്പോൾ ലോകം അതിനെ കണ്ടത് വ്യത്യസ്ത അഭിപ്രായങ്ങളോട് കൂടിയായിരുന്നു. ഇങ്ങനെ ട്രംപ് കൈക്കൊണ്ട തീരുമാനങ്ങളിൽ ഒന്നാണ് 23ഓളം പ്രോ ലൈഫ് പ്രവർത്തകർക്ക് മാപ്പ് നൽകി അവരെ കുറ്റവിമുക്തരാക്കിയത്. ഭ്രൂണഹത്യാ ക്ലിനിക്കുകൾ ഉപരോധിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടവരാണ് ഈ 23 പേർ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തിപരമായി പ്രോ ലൈഫ് പ്രവർത്തനങ്ങളെയും അതിന്റെ ഭാഗമായി നടക്കാറുള്ള മാർച്ച് ഫോർ ലൈഫിനെയും ഒക്കെ ഏറെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ്. മാർച്ച് ഫോർ ലൈഫിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ US പ്രസിഡന്റ് എന്ന പേരിൽ ലോകമെമ്പാടും ഈ കാര്യം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിലേറുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് പ്രോ ലൈഫ് പ്രവർത്തകർ നോക്കിക്കണ്ടത്. അവരുടെ പ്രതീക്ഷകൾക്ക് ഒട്ടും ഭംഗം വന്നില്ല എന്ന് മാത്രമല്ല, പ്രോ ലൈഫിന് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് ട്രംപ് തന്റെ നിലപാടുകളിൽ മാറ്റമില്ലാതെ മുന്നോട്ട് പോകുന്നു. 2020 ഒക്ടോബർ മാസത്തിലാണ് വാഷിംഗ്ടൺ DC-യിലെ ഒരു അബോർഷൻ ക്ലിനിക്കിൽ പ്രോ ലൈഫ് പ്രവർത്തകരുടെ ഉപരോധം നടന്നത്. എന്നാൽ ഇവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് ഉത്തരവിൽ ഒപ്പുവെക്കുന്നത് വലിയ ബഹുമതിയായി കരുതുകയാണെന്നും ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കാണ് മാപ്പ് നൽകിയത് എന്നുമാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് ഇത് പറഞ്ഞത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഭ്രൂണഹത്യ വിരുദ്ധ റാലിയെ മാർച്ച് ഫോർ ലൈഫിനെ വീഡിയോയിലൂടെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ടായിരുന്നു. കുടുംബങ്ങളെയും ജീവനെയും സംരക്ഷിക്കുമെന്നും തന്റെ വീഡിയോ സന്ദേശത്തിൽ ട്രംപ് കൂട്ടിച്ചേർത്തു.